നമസ്കാരം. ഇനി ആഘോഷങ്ങളുടെ രാവാണ് എന്ന് പറയാം, പ്രത്യേകിച്ച് നോർത്തിലോട്ടുള്ളവർക്ക്. കാരണം ഇനി പൂജാ ദിവസങ്ങളാണ്. സരസ്വതി ദേവിയെ ധ്യാനിച്ചുകൊണ്ട് കുട്ടികളെല്ലാവരും അവരുടെ പാഠപുസ്തകങ്ങളും അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളും പണി സാധനങ്ങളും ഉൾപ്പെടെ എല്ലാം പൂജ വെച്ച് ആഘോഷിക്കുന്ന, നമ്മളെല്ലാവരും വളരെയധികം ആഘോഷിക്കുന്ന ഒരു ഉത്സവം, അങ്ങനെ തന്നെ അതിനെ വിശേഷിപ്പിക്കാം. എന്നാൽ ഇതിനിടയിൽ ഈ തക്ക സമയത്ത് തന്നെ ഒരു സങ്കട വാർത്തയാണ് പുറത്തു വരുന്നത്. രാജ്യത്ത് വീണ്ടും തിരിച്ചടിയായി മാറുകയാണ് ഈ വലിയ വാർത്ത എന്ന് പറയാം. വാണിജ്യ ആവശ്യത്തിനായുള്ള പാചകവാതക സിലിണ്ടറുകളുടെ വില വർദ്ധിപ്പിച്ചു എന്നതാണ് ഏറ്റവും പുതുതായി വന്ന റിപ്പോർട്ട്. എണ്ണ കമ്പനികളാണ് വില വർധനവ് പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന് പറയുന്നു. 19 കിലോഗ്രാമിന്റെ വാണിജ്യ സിലിണ്ടറിന് 48.5 രൂപയാണ് വർദ്ധിക്കുന്നത്. ഒക്ടോബർ 1-ാം തീയതി മുതൽ വില വർധനവ് പ്രാബല്യത്തിൽ വന്നതായി കമ്പനികൾ പുറത്തിറക്കിയ അറിയിപ്പിൽ വ്യക്തമാക്കുന്നു. അതായത് ഇന്നു മുതൽ ഈ വില പ്രാബല്യത്തിൽ എത്തുമെന്ന് തന്നെയാണ് ഇവർ അറിയിക്കുന്നത്. LPG സിലിണ്ടറുകളെ ആശ്രയിക്കുന്ന വാണിജ്യ സ്ഥാപനങ്ങളുടെ പ്രവർത്തന ചെലവ് വർദ്ധിപ്പിക്കാൻ ഇടയാക്കുന്നതാണ് പുതിയ തീരുമാനമെന്ന് ഇപ്പോൾ ഉണ്ടായതിനെ കുറിച്ച് തന്നെ പറയുന്നു. 19 കിലോഗ്രാമിന്റെ വാണിജ്യ സിലിണ്ടറുകൾക്ക് പുറമെ 5 കിലോഗ്രാമിന്റെ ഫ്രീ ട്രെയിൽ LPG സിലിണ്ടറും വില വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇത്തരം സിലിണ്ടറുകളുടെ വിലയിൽ ഇന്ന് മുതൽ 12 രൂപയുടെ വർധനവുണ്ടാകുമെന്നും പറയുന്നു. കഴിഞ്ഞ മാസം ആദ്യത്തിലും വാണിജ്യ സിലിണ്ടറുകളുടെ വിലയിൽ എണ്ണ കമ്പനികൾ വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് 19 കിലോഗ്രാം സിലിണ്ടറിന് 39 രൂപയായിരുന്നു വർദ്ധിപ്പിച്ചത്. അതേസമയം ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള പാചകവാതകത്തിന് വില വർദ്ധിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ വില വർധനവ് ഗാർഹിക ഉപഭോക്താക്കളെ ബാധിക്കില്ല എന്നുകൂടി എടുത്തു പറയുന്നുണ്ട്. അതൊരു ചെറിയ ആശ്വാസമാണെങ്കിലും ഇങ്ങനെ ഉത്സവം നടക്കാൻ പോകുന്ന ഈ സാഹചര്യത്തിൽ ഇത് വാണിജ്യ ആവശ്യക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടാകുമെന്ന് പറയുന്നു. പക്ഷെ വാണിജ്യ ആവശ്യങ്ങൾക്ക് പാചകവാതകത്തിന് വില കൂടുന്നത് ഹോട്ടൽ ഭക്ഷണത്തിന്റെ അടക്കം വിലയ്ക്കും പ്രതിഫലത്തിനും സാധിക്കാനുണ്ട്. കാരണം ഇവിടെ വില കൂടാനും ഹോട്ടലുകളിലൊക്കെ തന്നെ ഭക്ഷണത്തിന് വില ഇപ്പോൾ തന്നെ കൂടിയിരിക്കുകയാണെന്നും ഇനിയും ഇരട്ടിക്കാനുള്ള സാധ്യതയാണ് ഈ കാണുന്നതെന്ന് പറയുന്നു. ഇത് നമ്മളെ തന്നെയാണ് ബാധിക്കുന്നതെന്നും സാധാരണ ജനങ്ങളിലേക്ക് അവർ ഇത് പാലാക്കുമെന്നും അത് തന്നെയാണ് കാണിക്കുന്നത്. അവരുടെ പാചകവാതകത്തിന്റെ വില കൂട്ടിക്കഴിഞ്ഞാൽ അവരത് അവിടെ കഴിക്കാൻ വരുന്നവരുടെയും അത് ഉപയോഗിക്കുന്നവരുടെ പേരിലേക്ക് മാറ്റും. അങ്ങനെ ജനങ്ങളൊക്കെ തന്നെയും ഇതിൽ ബുദ്ധിമുട്ടിൽ വരും. ഇക്കഴിഞ്ഞ ജൂലൈയിലാണ് അവസാനമായി ഇതിന്റെ വില കുറച്ചത് എന്ന് വേണം പറയാൻ. വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിന്റെ വില കുറച്ചത് അന്ന് മാത്രമായിരുന്നു. 19 കിലോ സിലിണ്ടറിന് 31 രൂപയായിട്ടായിരുന്നു അന്ന് കുറഞ്ഞത്. 1655 രൂപയാണ് പുതുക്കിയ വില അന്ന് വന്നത്, ഏകദേശം ഒരു മാസം മുൻപ്. ഡൽഹിയിൽ വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിന്റെ വില 1764 രൂപയാകുമെന്നും പഴയ വിലയേക്കാൾ ഏകദേശം 30 രൂപ തന്നെ കുറയുമെന്നും പറയുന്നു. മുംബൈയിൽ 1717.5 രൂപയാണെന്നും പഴയ വിലയേക്കാൾ കുറച്ച് മാത്രമാണ് ഇവിടെ കുറവെന്നും അറിയിക്കുന്നുണ്ട്. ചെന്നൈയിൽ 1930 രൂപയും പഴയ വില 1960 രൂപയായിരുന്നുവെന്നും കൃത്യമായ 30 രൂപ അവിടെ കുറയുകയുമായിരുന്നു എന്ന് പറയുന്നു. കൊൽക്കത്തയിൽ അന്ന് 1879 രൂപയായിരുന്നു. അതിനു മുൻപ് അവിടെ 1911 രൂപയുമായിരുന്നു. അവിടെ നല്ല കുറവുണ്ടായിരുന്നു എന്നാണ് കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് വന്ന നികുതി അടിസ്ഥാനത്തിലുള്ള വിലയെ മാറ്റമുണ്ടായത്. ഇത് വളരെയധികം സന്തോഷമുള്ളൊരു വാർത്ത തന്നെയായിരുന്നു. എന്നാൽ അത് കഴിഞ്ഞ് ഇതിന് പിന്നാലെ ഇത്തരത്തിൽ കൂട്ടാനാണ് ഇരുന്നതെങ്കിൽ ഇത് വളരെയധികം സങ്കടകരമായ ഒരു വാർത്തയായി തന്നെ ഇവിടെയുള്ളവർ പ്രതികരിക്കുന്നുണ്ട്. 19 കിലോഗ്രാം LPG സിലിണ്ടറിന്റെ വിലയിൽ തുടർച്ചയായ മൂന്നാമത്തെ പ്രതിമാസ വർധനയെ ഇത് അടയാളപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ 3 മാസത്തിനിടെ മൊത്തം 94 രൂപയുടെ വർധനവുണ്ടായി. പാചകത്തിനും പ്രവർത്തന ആവശ്യങ്ങൾക്കും LPGയെ തന്നെ ആശ്രയിക്കുന്ന റെസ്റ്റോറന്റുകൾ, ഹോട്ടലുകൾ, മറ്റ് വാണിജ്യ സ്ഥാപനങ്ങൾ എന്നിവയെ ബാധിക്കുന്ന ഈ വില ക്രമീകരണങ്ങൾ രാജ്യവ്യാപകമായി തന്നെ നടപ്പിലാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും ഗാർഹിക LPG സിലിണ്ടർ നിരക്കുകൾ മാറ്റമില്ലാതെ തുടരുന്ന ഇത് വീട്ടുകാർക്ക് അല്പം ആശ്വാസം നൽകുന്നുവെന്ന് പറയുന്നു. ഗാർഹിക LPG വിലയിൽ സ്ഥിരത മറ്റ് ആവശ്യ സ്ഥാനങ്ങളുടെ വിലക്കയറ്റത്തിനിടെ കുടുംബങ്ങളുടെ സാമ്പത്തിക ബാധ്യത ലഘൂകരിക്കാൻ സഹായിച്ചു. വാണിജ്യ LPGയുടെ വർധനവ് ചിലവ് വിവിധ മേഖലകൾക്കുടനീളമുള്ള ബിസിനസ്സുകൾക്ക് ഉയർന്ന പ്രവർത്തന ചെലവിലേക്കും നയിച്ചേക്കാം. തൽഫലമായി തന്നെ വിവിധ വ്യവസായങ്ങളിലെ അന്തിമ ഉപഭോക്താക്കൾക്ക് ഇത് വിലക്കയറ്റത്തിനും കാരണമായേക്കാം. കാരണം കമ്പനികളിൽ അവരുടെ വില നിർണ്ണയ തന്ത്രങ്ങൾ ക്രമീകരിച്ചുകൊണ്ട് വർദ്ധിച്ച ചിലവ് നികത്താൻ ശ്രമിച്ചേക്കാം. വാണിജ്യ സിലിണ്ടർ വിലയിൽ വർധന ഭക്ഷണ സാധനങ്ങളുടെ വില കൂട്ടാൻ റെസ്റ്റോറന്റ് ഉടമകളെ പ്രേരിപ്പിച്ചേക്കാം. അതിനാൽ പുറത്തു നിന്നുള്ള ഭക്ഷണം കൂടുതൽ ചെലവേറിയതായിരിക്കാം. വരാനിരിക്കുന്ന ഉത്സവ സീസണിന് മുന്നോടിയായി ഇത് സാധാരണക്കാർക്ക് ഒരു പുതിയ ഞെട്ടൽ വാർത്ത കൂടിയാണെന്ന് പറയാം.